നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയ കേസിൽ പഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമകളായ ദമ്പതികൾക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ച് NCB. സൺസെറ്റ് വാലി റിസോർട്ട് ഉടമ ഡിയോൾ കെ വർഗീസ്, ഭാര്യ അഞ്ജു എന്നിവർക്ക് പുറമെ കെറ്റാമെലോൺ ലഹരി ശൃംഖല ഉടമ എഡിസൺ ബാബുവും കേസിൽ പ്രതിയാണ്. 2023 കൊച്ചിയിൽ പിടികൂടിയ ലഹരി പാഴ്സലുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണമാണ് റിസോർട്ട് ഉടമകളായ ദമ്പതികളുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. എഡിസന്റെ സഹപാഠിയായ ഡിയോൾ വിദേശത്തേക്ക് കെറ്റമീൻ അയച്ചിരുന്നുവെന്നാണ് NCBയുടെ കണ്ടെത്തൽ. ആഗോള ലഹരി മരുന്ന് ശൃംഖലകൾ കേന്ദ്രീകരിച്ചുള്ള NCBയുടെ അന്വേഷണത്തിലാണ് ദമ്പതികൾ കുടുങ്ങിയത്. കെറ്റമെലോൺ ഡ്രാഗ് നൈൻ ലഹരി ശൃംഖലയുമായി ദമ്പതികൾക്ക് ബന്ധമില്ലെന്നും NCBയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ ജൂലൈയിൽ ഓപ്പറേഷൻ മെലൺ എന്ന പേരിൽ കൊച്ചി NCB യൂണിറ്റ് നടത്തിയ നീക്കത്തിലാണ് രാജ്യാന്തര ലഹരിക്കടത്തിലെ മലയാളി ബന്ധം പുറത്തായത്. രാജ്യത്തിനകത്തും പുറത്തും കുപ്രസിദ്ധമായ കെറ്റാമെലോൺ എന്ന വെബ് ഡ്രഗ് കാർട്ടലിന്റെ ഉടമയായിരുന്നു മൂവാറ്റുപുഴക്കാരൻ എഡിസൺ ബാബു. കേരളത്തിലേക്ക് എത്തുന്ന പോസ്റ്റൽ പാഴ്സലുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. കോവിഡിന് ശേഷം ജോലി നഷ്ടപ്പെട്ട എഡിസൺ ബാബു 2023 കെറ്റാമെലോൺ എന്ന പേരിൽ ലഹരി ഇടപാട് വ്യാപിച്ചത്. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.